ഇവർ വലിയ രീതിയിൽ ആരോഗ്യവാന്മാരായിരിക്കണമെന്നില്ല എങ്കിൽ കൂടിയും ആരോഗ്യ ഭീരുക്കളാണ് എന്ന് പറയാൻ കഴിയില്ല. തൻ്റെ ശരീരത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിലൊരു അസുഖങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും. ഇനി അത്തരം എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഇവർ. അഷ്ടവസുക്കൾ ഒരുമിച്ചല്ലെങ്കിൽ കൂടി തനിച്ച് പല നക്ഷത്രങ്ങളുടെയും ദേവതാസ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സോമൻ അഥവാ ചന്ദ്രൻ മകീരത്തിൻ്റെയും, അനരൻ അതായത് അഗ്നി കാർത്തികയുടെയും, അനിലൻ അതായത് വായു ചോതിയുടെയും, ആപസ് അഥവാ ജലം പൂരാടത്തിൻ്റെയും നക്ഷത്രദേവന്മാരാണ്. അപ്പോൾ അങ്ങനെ വരുന്നതായിരിക്കുന്ന സമയത്തിൽ ആ നക്ഷത്രക്കാരുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകതകൾ ഭാഗികമായിട്ടെങ്കിലും അവിട്ടം നക്ഷത്രക്കാരിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് മകീരം നക്ഷത്രത്തിൻ്റെ ചന്ദ്രപ്രകൃതമായിരിക്കുന്ന ഉയർച്ച താഴ്ചകളുടെ ഒരു ആവർത്തനശീലവും, കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു അഗ്നിപ്രകൃതമായിരിക്കുന്ന ഒരു ഉന്മേഷശീലവും, ചോതി നക്ഷത്രക്കാരുടെ വായു പ്രകൃതമായിരിക്കുന്ന ഒരു സ്വതന്ത്ര ഇച്ഛ അല്ലെങ്കിൽ സ്വതന്ത്രശീലവും, പൂരാടം നക്ഷത്രത്തിൻ്റെ ജലപ്രകൃതമായിരിക്കുന്ന ഒരു ദയ അല്ലെങ്കിൽ ഒരു ആർദ്രശീലവും നൈസർഗികമായി തന്നെ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശുദ്ധത കൊണ്ടും ദയാനുകമ്പ കൊണ്ടും ഇവർ പലപ്പോഴും പലരുടെയും ചതിപ്രയോഗങ്ങൾക്ക് ഇരയാകാറുണ്ട്.